പാരിപ്പള്ളിയിലേക്കാണ് ഈ വിലാപയാത്ര എത്തേണ്ടത്. കാരണം നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഈ വിലാപയാത്ര പേമാരിപ്പെയ്ത്തിന് നടുവിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ട സഖാവിന് മുന്നിൽ പേമാരിപ്പെയ്ത്തൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മഴയത്തും സഖാവിനൊപ്പം ആ വിലാപയാത്രയ്ക്കൊപ്പം ആളുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻ, ആര്യ, കൊല്ലം ജില്ലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കടന്നു വരുമ്പോൾ പ്രകൃതി പോലും കരയുകയാണോ എന്ന് നമുക്ക് പറയേണ്ടി വരും, അങ്ങനെ ചിന്തിക്കേണ്ടി വരും. കനത്ത മഴയാണ്. പാരിപ്പള്ളിയിലാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയ്ക്ക് ആദ്യം ആ ഒരു യാത്രാമൊഴി നൽകുന്നത്. അതിനുവേണ്ടി എനിക്ക് പിന്നിൽ ഒട്ടേറെ ആൾക്കാരുണ്ട്. മഴയാണ്, പക്ഷേ ആ മഴയെ ഒന്നും അവർക്കൊരു പ്രശ്നമേയല്ല. അതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് ആദ്യ പൈലറ്റ് വാഹനം മുന്നോട്ട് കടന്നു വരികയാണ്. പൈലറ്റ് വാഹനം മുന്നോട്ട് കടന്നു വരുന്നത് പാരിപ്പള്ളിയിലേക്ക് കടന്നു വരികയാണ്. പല സ്ഥലങ്ങളിലും പാരിപ്പള്ളി കഴിഞ്ഞാൽ നേരെ ചാത്തന്നൂരാണ്. ചാത്തന്നൂരിന് മുമ്പ് പല സ്ഥലങ്ങളിലും ഒട്ടേറെ ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. കാര്യം VS എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന് വലിയ പേരോട്ടമുള്ള മണ്ണാണ് കൊല്ലം. ആലപ്പുഴ പോലെ തന്നെ വലിയ പേരോട്ടമുള്ള മണ്ണാണ് കൊല്ലം. ആ കൊല്ലത്തേക്ക് VS കടന്നു വരുമ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, കമ്മ്യൂണിസ്റ്റ് ആവണമെന്നില്ല, VSനെ സ്നേഹിക്കുന്നവർക്ക് സഖാവ് എന്ന് പറയുമ്പോൾ സുഹൃത്ത് എന്ന അർത്ഥത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു അർത്ഥമുള്ള വാക്കുകൂടിയാണ്. അങ്ങനെയുള്ള ഒരു സഖാവിനെ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഭാഗമാക്കായിട്ടുള്ള ആ വ്യക്തിയെ കാണാൻ വേണ്ടിയാണ് ഓരോ ആൾക്കാരും കാത്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് പാരിപ്പള്ളിയിൽ ഒരു കടയിലേക്ക് ഞങ്ങൾ കയറിയിരുന്നു. ആ കടയിൽ ഒരു ഭാര്യയും ഭർത്താവുമുണ്ട്. അവർ സാധാരണ 5 മണി 6 മണിയോടുകൂടി ആ കടയടച്ച് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത് VS 5 മണിയോടുകൂടി ഈ വഴി കടന്നു പോകുമെന്ന്. 5 മണി കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു, 7 മണി കഴിഞ്ഞു, പിന്നീട് 10 മണിയായി, ഇപ്പോൾ 12:30 കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ VS വന്നിട്ടില്ല. പക്ഷേ അവർ കടയും അടച്ചിട്ടില്ല. അവർക്ക് VSനെ കാണണം. VSനെ കണ്ട ശേഷം മാത്രമേ ആ കടയടച്ചവർ മുന്നോട്ട് പോകുന്നുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ഒരാളുടെ കാര്യമാണ്. ഓരോ ആൾക്കാരും പലതരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പല സമയങ്ങളിൽ, പല രീതികളിൽ, പല ഭാവങ്ങളിൽ, പല രൂപങ്ങളിൽ VS എന്ന് പറയുന്ന ശക്തി നേരിട്ടും അദൃശ്യ ശക്തിയായും ഒക്കെ തന്നെ ഓരോ ആൾക്കാരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ആൾക്കാരും ഇങ്ങനെ ഈ കൊടും മഴയത്തും VSനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ള വിലാപയാത്രകളിൽ ഒന്ന് EMSൻ്റെ ഉണ്ട്. രണ്ടാമത്തേത് EK നായനാരുടെ 2004. അതിനുശേഷം റിപ്പോർട്ട് ചെയ്തത് 2010 K കരുണാകരൻ്റേതാണ്. അതിനുശേഷം പിന്നീട് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര, അതുപോലെ തന്നെ ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര. ഇവർക്കൊക്കെ തന്നെ ഈ നാട് നൽകിയ ഒരു സംഭാവന, അല്ലെങ്കിൽ ഈ നാട് നൽകിയ ഒരു യാത്രയയപ്പ് എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. അതിന് സമാനം മുൻപേ നടന്ന ജനനായകന്മാർക്ക് ഒരു നാട് നൽകിയ യാത്രയയപ്പ് എങ്ങനെയാണോ, ഒന്നുകിൽ അതിന് സമാനമായി അല്ലെങ്കിൽ അതിനേക്കാൾ വിരോചിതമായി VS അച്യുതാനന്ദനും ഈ മണ്ണ്, ഈ നാട്ടിലെ മണ്ണ് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിലൂടെയാണ് VS നടന്നു പോയിട്ടുള്ളത്. ഈ മണ്ണിലൂടെയാണ് VS ഓരോ പ്രവൃത്തികളും ചെയ്തിട്ടുള്ളത്. ഈ മണ്ണിൽ കാലൂന്നി നിന്നുകൊണ്ടാണ് VS ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. കുട്ടനാട്ടിലെ ചെളിയിൽ ചവിട്ടി നിന്നാണ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. കുട്ടനാട്ടിലെ ചെളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നല്ല പശയുള്ള ചെളിയാണ്. നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ കാലിനെ താഴേക്ക് വലിക്കും. നമ്മൾ ആ കാല് അവിടെ പതിപ്പിച്ചുകൊണ്ട് അടുത്ത കാലെടുത്ത് മുന്നോട്ട് വെക്കും. അങ്ങനെ ഒരു കാല് താഴേക്ക് പതിയുമ്പോൾ അടുത്ത കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ചിലപ്പോൾ കുട്ടനാട്ടിലെ ആദ്യകാലത്തുണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയവും പ്രവർത്തന പാഠവുമായിരിക്കാം. ആ വീര്യം തന്നെ ആയിരിക്കാം VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന സമര പോരാളിയെ, സമര നേതാവിനെ കേരളത്തിന് സമ്മാനിച്ചത്, ഇന്ത്യക്ക് സമ്മാനിച്ചത്. ആ ഒരു മനുഷ്യനാണ്, പുന്നപ്പറയുടെ വീരനായകനായിട്ടുള്ള ആ മനുഷ്യനാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. KSRTC പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള യാത്ര കടന്നു വരുന്നത്. ഇപ്പോൾ ചില വാഹനങ്ങൾ, പൈലറ്റ് വാഹനങ്ങളടക്കം പാരിപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓരോ ആൾക്കാരും ഇപ്പോൾ മഴ വലിയ ശക്തമായ രീതിയിൽ പെയ്യുകയാണ്. ആ മഴ പെയ്യുന്ന സമയത്ത് പോലും ഇവിടെ എത്തിയിരിക്കുന്ന VSനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന 2 അക്ഷരം VS എന്ന് പറയുന്ന വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദൻ
എന്ന VS ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന VSനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആ മനുഷ്യനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഓരോ ആൾക്കാർക്കും കടുത്ത മഴയായാലും വെയിലായാലും വേറെ എന്തായാലും ഒരു കുഴപ്പവുമില്ല. ഞങ്ങളുടെ പ്രിയ സഖാവിനെ ഒരു നോക്ക് കണ്ടിട്ട് വേണം ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ എന്ന് ചിന്തിച്ചു നിൽക്കുന്ന, അങ്ങനെ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന, മഴയ്ക്ക് അല്പം ശമനം വന്നിട്ടുണ്ട്, ചെറിയ ശമനം മഴയ്ക്ക് വന്നിട്ടുണ്ട്. VS പാരിപ്പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും ആ മഴ മാറി നിൽക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അല്പസമയത്തിനുള്ളിൽ തന്നെ VS അച്യുതാനന്ദൻ ഈ വഴിയിലേക്ക് കടന്നു വരും. വാഹനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കടന്നു വരുന്നുണ്ട്. വാഹനങ്ങൾ, പോലീസ് വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് അകമ്പടി വാഹനങ്ങളൊക്കെ തന്നെയുണ്ട്. ആ വാഹനങ്ങളെയൊക്കെ തന്നെ ആ വാഹനങ്ങൾക്കൊക്കെ പിന്നിലായി ആ വലിയ ബസ്സിൽ, ആ KSRTCയുടെ വലിയ ബസ്സിൽ VS അച്യുതാനന്ദൻ അവസാനമായി ഈ മണ്ണിലേക്ക് കടന്നു വരും. ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരത്ത് ഈ ദേശീയപാതയ്ക്ക് അരികിലായി പ്രവർത്തകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവർക്ക് മഴ ചെറിയ രീതിയിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും VS അച്യുതാനന്ദനെ ഒന്ന് കാണുക എന്നുള്ളത് മാത്രമാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ VS അച്യുതാനന്ദൻ ഈ പാരിപ്പള്ളിയുടെ മണ്ണിലേക്ക് വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തിനൊരു ചരിത്രമുണ്ട്. കൊല്ലത്തിന് വിപ്ലവ പാരമ്പര്യമുണ്ട്. കടയ്ക്കൽ വിപ്ലവം, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആദ്യത്തെ വിപ്ലവം, ആദ്യമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു നാട് കൂടിയാണ് കടയ്ക്കൽ. ആ വിപ്ലവത്തിൻ്റെ നാടാണ് ശൂരനാട് വിപ്ലവം. തോമൻവാസിയെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ നടത്തിയ ശൂരനാട് വിപ്ലവം, അതുപോലെ തന്നെ ചന്ദനത്തോപ്പ് വിപ്ലവം, കല്ലുമാല സമരം, മഹാത്മാ അയ്യങ്കാളി നടത്തിയ കല്ലുമാല സമരം നടന്ന നാട്ടിലേക്കാണ്, ദേശിംഗനാടിൻ്റെ മണ്ണിലേക്കാണ് വിപ്ലവ സൂര്യൻ, വിപ്ലവ താരകം കടന്നു വരുന്നത്. അല്പസമയത്തിനുള്ളിൽ പാരിപ്പള്ളിയുടെ മണ്ണിലേക്ക് ആ മനുഷ്യൻ കടന്നു വരും. ഇത് അവസാനത്തെ യാത്രയാണ്. കാത്തിരിക്കുകയാണ്. ചെറുമക്കളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്, VSനെ നേരിട്ടറിയാവുന്ന ആൾക്കാരുണ്ട്, VSനെ പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ VS ഒരു വികാരമാണ്. ഇതാ ആ VS അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് കടന്നു വരും. മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ കണ്ണൻ തുടങ്ങിയതുപോലെ തന്നെ പ്രകൃതിയും VSന്റെ വിയോഗത്തിൽ വിലപിക്കുകയാണോ എന്ന് നമുക്ക് സംശയിക്കാം. ആ രീതിയിൽ ഇപ്പോൾ തിരുവനന്തപുരം പിന്നിട്ട് കൊല്ലത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് വിലാപയാത്ര. 10 മണിക്കൂർ പിന്നിടുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് VS. പുന്നപ്രയുടെ സമരനായകൻ പുന്നപ്രയിലേക്ക് മടങ്ങുകയാണ്. ആ യാത്ര 10-ാം മണിക്കൂർ പിന്നിടുകയാണ്. തിരുവനന്തപുരം പിന്നിട്ടിട്ടില്ല ഇപ്പോഴും. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും പാരിപ്പള്ളിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. 101 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യന്റെ വിയോഗത്തിൽ കേരളത്തിനാകെ അനാഥത്വം അനുഭവപ്പെടുകയാണ്.